പ്രിയമുള്ളവരെ, എൻ്റെ മുമ്പിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ബൈബിൾ അനുസരിച്ചൊരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ 2 അമ്മമാരും 4 കുഞ്ഞുങ്ങളും അതിദാരുണമായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എൻ്റെ ഭാഷ്യത്തിൽ അമ്മമാർ ആത്മഹത്യ ചെയ്യപ്പെടുകയും കുഞ്ഞുങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. ഇവിടെ നീതിപീഠമോ അതല്ലെങ്കിൽ ന്യായാധിപന്മാരോ ആ ഒരു സാഹചര്യം കണ്ടെത്താതെ കേവലം ഒരു സ്വയം ജീവൻ കളഞ്ഞ ഒരു നടപടിയിലോട്ട് മാറുമ്പോൾ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളോടാണ് ആദ്യമായി എനിക്ക് പറയുവാനുള്ളത്. ദൈവവചനത്തിന് അതിൻ്റെ ശക്തി മനസ്സിലാക്കുന്നവർക്ക് അതല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നവർ ഈ നിമിഷം മുതൽ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുവാൻ പോവുകയാണ്. ദൈവവചനത്തിലൂടെ വിശ്വസിച്ച് പോയവർക്ക് അനേകം കാര്യങ്ങൾ നടത്തി കിട്ടിയിട്ടുണ്ട്. ഈ കരുണാമയനായിട്ടുള്ള ദൈവം അനാഥരെയും വിധവകളെയും കൊള്ളയടിക്കുന്നവരെയും അതല്ലെങ്കിൽ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവർക്കുമെതിരെ കരുണ കാണിക്കുന്നില്ല എന്നുള്ള ഭാഗം മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാവരും ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ നമുക്കറിയാം, ഈ ദുഷ്ടപ്രവർത്തികൾ ചെയ്തവർ ഈ ഭൂമിയിൽ ഇതുപോലെ ജീവിക്കുമ്പോൾ യൂദാസ് ചെയ്തതുപോലെ യൂദാസ് അവസാനം കൈക്കൂലി വാങ്ങിയിട്ട് ആ കൈക്കൂലി തിരിച്ചു കൊടുത്തിട്ടും അവന് രക്ഷയുണ്ടായില്ല. കൈക്കൂലി തിരിച്ചു കൊടുക്കാൻ നോക്കിയിട്ടും അവന് രക്ഷയുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഈ നിമിഷം മുതൽ ഈ കൈക്കൂലിക്കും അതല്ലെങ്കിൽ ഇപ്രകാരമുള്ള പ്രവർത്തനം നടത്തിയവരെ എല്ലാ ശക്തികളും, ഭൂമിയിലെ എല്ലാ ശക്തികളും അവർക്ക് അനുകൂലമായാലും എല്ലാം കാണുകയും എല്ലാത്തിനും ഉപരിയായുള്ള ദൈവത്തിന് മുമ്പിൽ ഞാൻ ഈ പറയുന്ന വചനങ്ങൾ, ഈ ആക്ഷൻ കൗൺസിലിലൊക്കെയുള്ള എൻ്റെ ചേച്ചിമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ പൊന്നുപോലെ നോക്കുന്ന അനേകം അമ്മമാരുണ്ട്. അവസാന ഒരു അത്താണി എന്ന രീതിയിൽ ഒരു ഡോക്ടർ ഓപ്പറേഷൻ്റെയൊക്കെ അവസാന ഘട്ടത്തിൽ പറയും, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 100% ഞാൻ പറയുന്ന പ്രാർത്ഥനയ്ക്ക് വിശ്വാസമുള്ള ആളുകൾ ഞാൻ ഈ പറയുന്ന വചനങ്ങൾ ഇന്നു മുതൽ ഇത്തരം ആളുകളിലോട്ട് ഈ ഒരു കാര്യത്തിൽ അയച്ച് വലിയൊരു കാര്യം നടത്തി തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചേ പറ്റും. കാരണം ഇതിന് ഈ 2 കേസുകളുടെയും ഗതി അപ്രകാരമാണ് എന്ന് നമുക്ക് മനസ്സിലായതിനെ തുടർന്നാണ് ഏറ്റവും അവസാന പ്രതീക്ഷയായിട്ടുള്ള, അവസാന ആശ്രയമായിട്ടുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഇതിപ്പോൾ പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല, മറ്റു മതസ്ഥരും പ്രിയമുള്ളവരെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഓരോരുത്തരുടെ പ്രാർത്ഥനയും കേരളം മുഴുവൻ മുഴങ്ങട്ടെ, ഈ പ്രാർത്ഥന എല്ലായിടത്തും എത്തട്ടെ. അതിപ്രകാരമാണ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 9-ാമത്തെ തിരുവചനം നോക്കാം. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. 12-ാമത്തെ ഭാഗം പറയുന്നുണ്ട്, അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്, പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. പിന്നെ 40-ാമത്തെ ഒരു ഭാഗം പറയുന്നത് ഇപ്രകാരമാണ്, കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യും, വിശ്വസ്തത എന്നും നിലനിൽക്കും. ദൈവവചനത്തിന് ഇത്രമേൽ ശക്തിയുണ്ട്. ഞാൻ 100% പറയുന്നു, ഈ നിമിഷം മുതൽ നമ്മൾ ഈ വചനമയച്ച് ഈ 2 കേസുകളിലും 2 പേരും ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ച അവരെ സംബന്ധിച്ച് അവർ ഈ വചനം ഏതെങ്കിലും സമയത്ത് അവരുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഈ 4-2 6 പേരുടെ ജീവന് ഈ വചനം അയച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥനയിൽ വിശ്വാസമുള്ളവരോട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇന്നു മുതൽ നമുക്ക് ഈ ദൗത്യം ആരംഭിക്കാം. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി നമുക്ക് ലഭിച്ചിരിക്കും.